വയനാട് മേപ്പാടിയിലെ മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 50ഓളം പേർ മരിച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് 100-ലധികം പേർ മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. നിരവധി ആളുകളാണ് പരിക്കേറ്റ ചികിത്സ തേടിയിട്ടുള്ളത്. ഇവർക്കെല്ലാം തന്നെ ആവശ്യമായ രക്തത്തിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. രക്തം കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ വയനാട്ടിലെ വിവിധ ആശുപത്രികളിലെത്തി ഈ അപകടത്തിൽപ്പെട്ടവർക്ക് രക്തം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതിനു പുറമെ അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. മലപ്പുറം നിലമ്പൂർ ഭാഗത്താണ് ചാലിയാർ പുഴയിൽ നിന്ന് 9 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി ഇതുവരെയും അളക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അതുകൊണ്ട് തന്നെ അപകടം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാകാനും സാധിച്ചിട്ടില്ല. മേപ്പാടി മുണ്ടക്കൈ ടൗണിലും ചൂരൽമലയിലുമാണ് വൻ ഉരുൾപൊട്ടൽ ഉണ്ടായത്. 2 തവണയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. പുലർച്ചെ 1 മണിയോടെ മുണ്ടക്കൈ ടൗണിലാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത്. 4 മണിയോടെ ചൂരൽമലയിലെ സ്കൂളിന് സമീപം രണ്ടാമത്തെ ഉരുൾപൊട്ടലുമുണ്ടായി. പ്രദേശമാകെ മണ്ണും ചെളിയും പാറക്കല്ലുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പുഴ കുത്തിയൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾക്കായി കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ 2 സംഘം അവിടെ എത്തിച്ചേരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ NDRFും സംസ്ഥാന ദുരന്ത നിവാരണ സേനയെല്ലാം തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എയർലിഫ്റ്റിംഗ് സാധ്യതകൾ അന്വേഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തകർ. പക്ഷേ പുഴ കുത്തിയൊലിച്ച് ഒഴുകുന്നതിനാൽ അപകടം കൂടുതൽ ബാധിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിനാണ് ഹെലികോപ്റ്റർ സഹായം തേടിയിട്ടുള്ളത്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനായി നേതൃത്വം നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ 400ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത്. ഈ ഭാഗത്തേക്ക് ഈ ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താനായിട്ടില്ല. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് കനത്ത മഴയും തുടരുന്നുണ്ട്. ചൂരൽമല ടൗണിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ചൂരൽമല പാലവും ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയിട്ടുള്ളതിനാൽ ഇവിടെ രക്ഷാപ്രവർത്തനം ഏറെ ബുദ്ധിമുട്ടാണ്. ഇവിടേക്കും എയർലിഫ്റ്റിംഗ് സാധ്യത അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്